ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. പണ്ട് കാലത്ത് ലക്ഷറി വീട്, നല്ല കാറ്, ഏറ്റവും നല്ല ഫുഡ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ പരമ്പരാഗതമായിട്ട് പണക്കാരായിരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും യങ് ഏജിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിന് നമുക്ക് സാധിക്കുന്നത്? ലോൺ എടുക്കുക എന്നൊരു പുതിയ സാഹചര്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അല്ലേ. എല്ലാത്തിനും ലോൺ. ഇത് നല്ലതാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ ലോൺ എടുക്കുന്നു? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഡിസ്കഷൻ. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. നമ്മുടെ സമൂഹം നിങ്ങളെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് നേടിത്തരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അസറ്റ്സ് കൊണ്ടാണോ അതോ നിങ്ങളുടെ ലയബിലിറ്റീസ് കൊണ്ടാണോ? ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം എന്നത് പലപ്പോഴും നമ്മളൊരു വലിയ വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ലക്ഷറി കാറ് നമുക്കുണ്ടാവുകയോ അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ഐഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ആർഭാടമായിട്ടുള്ള മാരേജ് നടത്തുമ്പോഴൊക്കെയാണ് അല്ലേ. കാരണം നമ്മുടെ ജനങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചില അടയാളങ്ങളാണിത് നമ്മളുടെ സമ്പത്തിൻ്റെ. എന്നാൽ ഇത് നമ്മൾ സാധ്യമാക്കാൻ വേണ്ടി വലിയ കടങ്ങൾ അല്ലേ ഉണ്ടാക്കി വയ്ക്കുന്നത്. നിങ്ങളുടെ ബാങ്കിലുള്ള FDയോ നിങ്ങളുടെ മറ്റ് സാമ്പത്തിക സേവിങ്സോ നിങ്ങൾക്ക് ഈ മുകളിൽ പറഞ്ഞ സാമൂഹിക അംഗീകാരം, സോഷ്യൽ റെക്കഗ്നീഷൻ അത് നേടിത്തരാറുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അസറ്റ്സ് എന്നത് അദൃശ്യമായതും ലയബിലിറ്റീസ് ദൃശ്യമായതുമാണ്. സമൂഹം ഇതിനെയാണ് അംഗീകരിക്കുന്നത് എന്ന മിഥ്യാധാരണ യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ കടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതായത് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ ഈ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സേവനം ഉപയോഗിച്ച് ആവാം നമ്മൾ ചിലപ്പോൾ നടത്തുന്നത്. ഇനി ഈ കടമെടുത്ത് കൂട്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യമാണോ അതോ മറ്റാരുടെയെങ്കിലും അത്യാവശ്യമാണോ? നിങ്ങളുടെ അടുത്തൊരു 30-40 വർഷം നിങ്ങൾ പണിയെടുക്കുന്നത് മുഴുവൻ അവർക്ക് വേണ്ടിയായിരിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ഏത് ആവശ്യത്തിനും അവർ പൈസ നൽകുന്നതും പെട്ടെന്ന് നിങ്ങൾക്ക് പണം നൽകുന്നതും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേരത്തെ യാഥാർത്ഥ്യമാക്കാം എന്നൊരു വൈകാരിക തലവും ലോൺ എടുത്താൽ വരുന്ന ഭീമമായ പലിശ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ഭാരത്തെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അറിവില്ലായ്മയുമാണ് ഇവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണിലെ പേയ്മെൻറ്റ് ആപ്പുകളും സോഷ്യൽ മീഡിയ, ഇ-കോമേഴ്സ് ആപ്പുകളും എല്ലാം നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സും പർച്ചേസിങ് ഹിസ്റ്ററിയും ഇൻട്രസ്റ്റുകളും അതുപോലെ പേയ്മെൻറ്റ് രീതികളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ സൈക്കോളജിക്കൽ നീഡ് ഉപയോഗിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതും നിങ്ങളെ കൊണ്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ടോ? കാരണം നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ചുറ്റും ഈ പരസ്യങ്ങൾ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ പുറകെ നടന്ന് സ്പെൻഡ് ചെയ്യിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് കടമെടുക്കാതെ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സോഷ്യൽ സ്റ്റാറ്റസും ഇതെല്ലാം സാധ്യമാക്കാൻ പറ്റും എന്നും ഏതൊരാൾക്കും അതിനുള്ള സാഹചര്യങ്ങൾ അവൈലബിൾ ആണെന്നും നിങ്ങൾക്കറിയാമോ? പണ്ടത്തെ കാലം മാറി. പണ്ടൊരു പക്ഷേ പാരമ്പര്യമായി കിട്ടുന്നതായിരുന്നു ബിസിനസ് ഓണർഷിപ്പും അസറ്റ്സും ലക്ഷറിയും എല്ലാം. കാരണം 2-3 തലമുറ മുതൽ കരുതി വെച്ച സ്വത്ത് നഷ്ടപ്പെടാതെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്ത് ചുരുക്കം ചില വ്യക്തികൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന ആഡംബരങ്ങളെല്ലാം ഏതൊരാൾക്കും അല്പം ബുദ്ധി ഉപയോഗിച്ച് കൈവരിക്കാൻ തക്ക വിധത്തിലുള്ള അസാധ്യമായ സാധ്യതകളുള്ള വിശാലമായിട്ടുള്ളൊരു ലോകത്താണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. പണ്ട് സ്വകാര്യ വ്യക്തികൾ മാത്രം കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന കമ്പനികളുടെ ഓണർഷിപ്പ് ഏതൊരു വ്യക്തിക്കും അവകാശമാക്കാൻ പറ്റുന്ന സാധ്യതകളിലേക്ക് ലോകം തന്നെ വളർന്നിരിക്കുകയാണ്. എങ്ങനെയുള്ള ഈ ലോകത്തിൽ നിങ്ങൾക്കും 30-ാം വയസ്സിൽ 40 വയസ്സിലും ഒരു ലക്ഷറി കാർ വാങ്ങാനും വീട് വയ്ക്കാനും ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 30-ാം വയസ്സിലോ അല്ലെങ്കിൽ 40-ാം വയസ്സിലോ ജോലി കിട്ടുന്ന ഒരാൾ അവൻ്റെ ആദ്യ ശമ്പളത്തിൽ നിന്നും സേവ് ചെയ്യാൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഒരു 40 വയസ്സിൽ ഈ പറഞ്ഞ സോഷ്യൽ റെക്കഗ്നീഷൻ കിട്ടുന്ന എല്ലാത്തരം ലക്ഷറീസും സ്വന്തമാകാനുള്ള സാധ്യതകൾ ഇന്ന് ഇവിടെയുണ്ട്. ഒരു പക്ഷേ ബാങ്കിൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്നും തരുന്ന തുച്ഛമായ ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാവില്ല എന്ന തോന്നലാവാം കടമെടുത്തത് സാധ്യമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ നേട്ടം തരുന്നതും ബാങ്കുകളെ പോലെ തന്നെ വിശ്വസിക്കാവുന്നതുമായ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങളെ അതിന് പ്രാപ്തരാക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ കടമെടുക്കാതെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബിക്കോസ് വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.